ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് മഷ്റൂമിൻ്റെ റെസിപ്പി നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 മീഡിയം സൈസുള്ള സവോളയാണ്. പിന്നെ അതാ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരേ ഒരു ക്യാപ്സിക്കാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് മല്ലിയില, പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മഷ്റൂം നല്ല ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ക്ലീൻ ആക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു അല്പം ബട്ടർ, ആക്ച്വലി ഓപ്ഷണലാണ്, ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമ്മളിതാ ഒരു ഏലക്ക, 2-3 ഗ്രാമ്പൂ, പിന്നെ കുറച്ചൊരു പട്ടയും ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. സവാളയുടെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണേ. അതാണ് പൊടിയുപ്പിനെക്കാട്ടും കുറച്ചുകൂടെ നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. ഇനി ഉപ്പ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടുന്നും കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാനൊന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മുടെ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ക്യാപ്സിക്കം കുക്കാവും. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്തു. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്തു. അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഏകദേശം പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മളിതാ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡിന് ടൊമാറ്റോ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഓപ്ഷൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ടൊമാറ്റോ ആഡ് ചെയ്യാം. അത് നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ആദ്യം ഉള്ളിയൊക്കെ വഴറ്റിയതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതാ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മഷ്റൂം ആഡ് ചെയ്യാണ്. മഷ്റൂമും മസാലയും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കുക. ക്ലോസ് ചെയ്ത് വേവിക്കുന്ന സമയത്ത് മിനിമം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കുക. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് കുറച്ചുകൂടെ ഒരു ഗ്രേവി ടൈപ്പ് വേണ്ടത് കൊണ്ടിട്ട് ഞാനൊരു 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ഞാൻ കുറച്ചധികം സമയം വെച്ചത് കൊണ്ടിട്ട് തന്നെ തുറന്നു നോക്കിയ സമയത്ത് ഏകദേശം ഒന്ന് അടി പിടിക്കാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണം? അടുപ്പത്ത് ഓരോ സാധനം വെച്ച് കഥ പറയാൻ പോകരുത്. ഇനി ഇത് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അടി പിടിച്ചത് വൻ ശോകം അവസ്ഥയിലോട്ടാവും കേട്ടോ. അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിനകത്തോട്ട് ഫ്രഷ് ആയിട്ട് പൊടിച്ചിരിക്കുന്ന കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂണോളം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ അത്യാവശ്യം എരിവ് കഴിക്കുന്ന ആളാണ്. പിന്നെ പോരാത്തതിന് നമ്മൾ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു മധുരം ഉണ്ടാവില്ല. അപ്പം ഈ കൂടുതൽ കുരുമുളക് പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം എരിവൊക്കെ തോന്നിക്കും. നെക്സ്റ്റ് ഇതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതോടൊപ്പം തന്നെ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ പൊടിയുപ്പ് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വേണമെങ്കിൽ നമുക്ക് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര യമ്മി കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചൂടോടുകൂടെ സെർവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ടാറ്റാ ബൈ, സീ യു.